അങ്ങനെ തണ്ണീർക്കൊമ്പൻ മണ്ണോട് ചേരുമ്പോൾ കേരള വനം വകുപ്പിനെതിരെ ഗുരുതര വിമർശനവുമായി മേനകാ ഗാന്ധി രംഗത്ത്. രണ്ടാഴ്ചക്കിടയിൽ ഒരാനയെ വീതം കൊല്ലുന്നുവെന്ന് മേനകാ ഗാന്ധി പറയുന്നു. അശ്രദ്ധയും ക്രൂരതകളുമാണ് ഇതിന് കാരണം. എന്നാൽ വനം വകുപ്പ് ഒരു ഉദ്യോഗസ്ഥനെ പോലും ഇതുവരെ സസ്പെൻഡ് ചെയ്തില്ല. നേരത്തെ കരടിയെയും പുലിയെയും സമാനമായി കൊന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പരിശീലനം നൽകിയില്ല എന്നും മേനകാ ഗാന്ധി ആരോപിക്കുകയാണ്. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. അനൂപ്, വളരെ ഗുരുതരമായ വിമർശനമാണ് മേനകാ ഗാന്ധി ഉന്നയിക്കുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടു എങ്കിൽ അതിൻ്റെ നടപടിയൊക്കെ ആവശ്യപ്പെടുന്നുണ്ടോ, നിർദ്ദേശങ്ങൾ വയ്ക്കുന്നുണ്ടോ? മേനകാ ഗാന്ധിയുടെ ഒരു നേരിട്ടുള്ള ഒരു പ്രതികരണത്തിന് വേണ്ടി ഒരു ഇമെയിൽ സന്ദേശം നമ്മൾ അയച്ചിരുന്നു. അതിനുള്ള മറുപടിയിലാണ് കേരള വനം വകുപ്പിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ, കാര്യങ്ങളൊക്കെ തന്നെ മേനകാ ഗാന്ധി പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടാഴ്ചക്കിടയിൽ ഒരാനയെ വീതം കേരളത്തിലെ വനം വകുപ്പ് കൊല്ലുന്നു എന്ന വാക്കാണ് ഈ ഇമെയിൽ സന്ദേശത്തിൽ മേനകാ ഗാന്ധി ഉപയോഗിച്ചത്. അത് അശ്രദ്ധയും ഒപ്പം തന്നെ തെറ്റായ പരിചരണം ഉൾപ്പെടെയുള്ളവ, ക്രൂരത ഉൾപ്പെടെ കാരണമാണ് ഈ കൊലപാതകം നടക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ നേരത്തെ ഒരു കരടിയെയും ഒപ്പം തന്നെ ഒരു പുലിയെയും സമാനമായ രീതിയിൽ ശ്രദ്ധയില്ലാതെ ഇടപെടൽ നടത്തി വനംവകുപ്പ് കൊന്നു. പക്ഷേ ഇതിനൊന്നും ഒരു ഉദ്യോഗസ്ഥനുമെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ മേനകാ ഗാന്ധി വളരെ ശക്തമായ ഇടപെടൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം, മാധ്യമങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഉയർത്തി കാണിക്കണം എന്ന് പറയുന്നു. ഒപ്പം തന്നെ മന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുന്നു, ഒപ്പം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ വിമർശിക്കുന്നു, HOD വിമർശിക്കുന്നു. ഇവരൊന്നും കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരല്ല എന്നാണ് ഈ ഇമെയിൽ സന്ദേശത്തിൽ മേനകാ ഗാന്ധി പറയുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് മേനകാ ഗാന്ധി. ശരി.